നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ബിജു കുളങ്ങര. ദ സ്പോട്ട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പുരാതനമായ ഒരു വൈഷ്ണവ ക്ഷേത്രം, വിശാലമായ മുറ്റം കരിങ്കല്ലുകൾ കൊണ്ട് പാകി വൃത്തിയാക്കിയിരിക്കുന്നു. കിഴക്ക് ഭാഗത്ത് വലിയൊരു വേദിയാണ്, അതായത് എന്തെങ്കിലും കലാരൂപങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടുന്ന ഒരു തരത്തിലുള്ളൊരു വേദി, ഒരു സ്റ്റേജ് എന്ന് പറയാം. അവിടെയാണ് കലാരൂപങ്ങളും മറ്റും അരങ്ങേറുന്നത്. പടിഞ്ഞാറോട്ട് അഭിമുഖമായി കിഴക്ക് ഭാഗത്ത് വലിയൊരു വേദി, മേൽക്കൂരയില്ല. മുൻഭാഗത്ത് തൂണുകൾക്ക് പകരം കരിങ്കല്ലിൽ തീർത്ത വലിയ രണ്ട് ആനകൾ. അതായത് ഈ വേദിയുടെ മുന്നിൽ തൂണുകളില്ല, രണ്ട് ആനകളെ പിന്നെ കരിങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന രണ്ട് ആനകളാണ് തൂണുകൾക്ക് പകരം ഈ വേദിയുടെ മുന്നിലുള്ളത്. ഇരുവശത്തും അവിടെ ഇവിടെയായ സ്തൂപങ്ങൾ, അതായത് എന്നിട്ട് രണ്ട് വശത്തും സ്തൂപങ്ങളാണോ പല രൂപത്തിലുള്ള നിർമ്മിതിയുള്ള സ്തൂപങ്ങൾ. മുറ്റത്തുകൂടി ആ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തുകൂടി ഞാൻ തെക്കോട്ട് നടന്നുപോയി. അവിടെ തെക്ക് പടിഞ്ഞാറാണ് ശ്രീകോവിൽ. അതായത് അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്, ആ വിശാലമായ മുറ്റത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ശ്രീകോവിൽ. മുന്നിലൂടെ നടന്ന് ആ ക്ഷേത്രത്തിൽ ശ്രീകോവിലിൻ്റെ മുന്നിലൂടെ ഞാൻ നടന്നു പോയിട്ടുണ്ടെങ്കിൽ ശ്രീകോവിലോട്ട് എൻ്റെ ശ്രദ്ധ പോയില്ല. വീണ്ടും മുന്നോട്ട് നടന്നു. അവിടെ ഏതാ കൂരയ്ക്ക് മുകളിൽ ഓടുകൾ പാകിയ 4 മുഖമുള്ള വിശ്രമ കേന്ദ്രം. അതായത് അവിടെ ഒരു ചെറിയ വിശ്രമ കേന്ദ്രമുണ്ട്, 4 മുഖമുള്ള. അതായത് ഇപ്പം നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ ചില ക്ഷേത്രങ്ങളോട് കാണാൻ വിശ്രമ കേന്ദ്രങ്ങൾ കാണാൻ പറ്റും, 4 മുഖങ്ങളുള്ള. അതായത് 4 ഭാഗത്ത്, ഇത് 4 മുഖങ്ങളുള്ള എന്ന് പറഞ്ഞാൽ 4 ഭാഗത്തും നമുക്കതിനകത്ത് പ്രവേശിക്കാം. അവിടെ ഇരിക്കുന്ന ധാരാളം പേര് എനിക്ക് പരിചിതരാണ്. ചിലർ കയ്യിലിരിക്കുന്ന വാഴയിൽ നിന്നും പായസം കഴിക്കുന്നു. അത് ചിലരുടെ കയ്യിലത് വാഴയില ഇരിപ്പുണ്ട്, ആ വാഴയിലേക്കകത്ത് പായസമുണ്ട്, അത് അവർ കഴിക്കുന്നുണ്ട്. മറ്റു ചിലർ മന്ത്രം ഉരുവിട്ടുകൊണ്ട് അനങ്ങാതെ, അതായത് നിശബ്ദമായി മന്ത്രം ഉരുവിട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് കാണാൻ പറ്റും. ചിലരാണെങ്കിൽ ധ്യാനത്തിലാണ്, വളരെ ധ്യാനം ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ ആ കാഴ്ചകളൊക്കെ കണ്ട് മുറ്റത്തിറങ്ങി. ഞാനെന്ന് പറഞ്ഞാൽ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും ആ ക്ഷേത്ര മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കാൽപാദങ്ങൾ നിലത്തുറയ്ക്കുന്നില്ല, ഞാൻ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. ഒരടിയിൽ, അതായത് ക്ഷേത്രമുറ്റത്തുകൂടി ഞാൻ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്, കാൽപാദം നിലത്ത് ചവിട്ടുന്നില്ല. അപ്പോൾ അവിടെ ആ ക്ഷേത്ര കോമ്പൗണ്ടിലുള്ള ധാരാളം കൊച്ചു കുട്ടികളൊക്കെ ഇത് കണ്ടിട്ട് ഉച്ചത്തിൽ വിളിച്ചു കൂവുന്നു. കാര്യം ഒരാൾ അന്തരീക്ഷത്തിലൂടെ ഒഴുകി നീങ്ങുന്നു എന്ന് പറഞ്ഞ് ആൾക്കാർ ഉച്ചത്തിൽ വിളിച്ചു കൂവിയിട്ട്, കൊച്ചുകുട്ടികൾ ഉച്ചത്തിൽ വിളിച്ചു, അത്ഭുതത്തോടെ ഉച്ചത്തിൽ വിളിച്ചു കൂവിയിട്ട് മറ്റുള്ളവരിലേക്കും ആ ശ്രദ്ധ, അതായത് ഈ കാഴ്ച ഞാനിങ്ങനെ ഒഴുകി നീന്തുന്നത്, ഒഴുകി മുറ്റത്തുകൂടി ഇങ്ങനെ ഒഴുകി പോകുന്നത്, ഒഴുകി അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പോകുന്നത് മറ്റുള്ളവരിലേക്കും അത് വിളിച്ചു കൂവി അറിയിക്കുന്നുണ്ട് കൊച്ചുകുട്ടി ആർത്തുല്ലസത്തിൽ. എന്നിട്ട് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി, ആ കോമ്പൗണ്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി. എന്നിട്ട് ഞാൻ പത്മാസനത്തിലിരുന്നു. ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ പത്മാസനത്തിൽ അന്തരീക്ഷത്തിലിരുന്നു. ഇപ്പോൾ അന്തരീക്ഷത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. പത്മാസനത്തിൽ വടക്ക് പടിഞ്ഞാറ് കടലാണ്, അതായത് ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കടലാണ്, സമുദ്രമാണ്. ക്ഷേത്ര കവാടം ഈ സമുദ്രത്തിലേക്കാണ് തുറക്കുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം ഈ സമുദ്രത്തിലേക്കാണ് തുറക്കുന്നത്, അതായത് വടക്ക് പടിഞ്ഞാറുള്ള സമുദ്രത്തിലേക്കാണ് ക്ഷേത്ര കവാടം തുറക്കുന്നത്. എന്നിട്ട് ഈ പത്മാസനത്തിൽ ഇരുന്ന് ഞാൻ കടലിൻ്റെ സമുദ്രത്തിൻ്റെ മുകൾ പരപ്പിൽ അന്തരീക്ഷത്തിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ യാത്രയാകാൻ തുടങ്ങി. പെട്ടെന്ന് താഴെ കലപിലകൾ കൂട്ടിക്കൊണ്ടിരുന്നു. അതായത് ഞാൻ അന്തരീക്ഷത്തോട് ഇങ്ങനെ പത്മാസനത്തിൽ നിന്ന് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണ്. പെട്ടെന്ന് ഈ കടലിൻ്റെ സമുദ്രത്തിന് മേളിലൊക്കെ കാക്കകളുണ്ടായിരുന്നു. ഈ കാക്കകളെല്ലാം കലപിലകൾ കൂട്ടിക്കൊണ്ട് പറന്നു വന്നിട്ട് എന്നെ കൊത്താൻ ശ്രമിച്ചു. ഞാൻ ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ട് ചുറ്റും സംരക്ഷണ തീർത്തു. അതായത് ഈ പത്മാസനത്തിൽ സമുദ്രത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന എന്നെ കാക്കകൾ കൊത്താൻ വന്നപ്പോൾ ഞാനൊരു മന്ത്രം ഉരുവിട്ടുകൊണ്ട് എനിക്ക് ചുറ്റും ഞാനൊരു കവചം തീർത്തു. അപ്പോൾ ആ കാക്കകൾ എന്നെ കൊത്താൻ ശ്രമിച്ചിട്ടും കൊത്താൻ സാധിച്ചില്ല. അപ്പം ഞാൻ ഈ മന്ത്രം ഉരുവിടാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്നെ കൊത്താൻ വന്ന കാക്കകളെല്ലാം ചത്ത് കടലിലേക്ക് വീഴാൻ തുടങ്ങി. എല്ലാ കാക്കകളും എന്നെ ആക്രമിക്കാൻ വന്ന കാക്കകളെല്ലാം ചത്ത കടലിലേക്ക് വീഴാൻ തുടങ്ങി. നിർഭയം, അതായത് ഭയമില്ലാതെ ഞാനിങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് സമുദ്രത്തിന് മുകളിലൂടെ ഇങ്ങനെ പത്മാസനത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെ, അതായത് ഞാനങ്ങ് ഉയരത്തിലേക്ക് പോയി. അപ്പോൾ താഴെ എനിക്ക് കാണാൻ കഴിയും
പിന്നെ കര കാണാത്ത നീലക്കടൽ, നീലസമുദ്രം താഴെ ഇങ്ങനെ കാണാൻ കഴിയും. കുറേ മുന്നോട്ട് ഇങ്ങനെ നീങ്ങി കടലിനടി, അപ്പോൾ ഞാൻ നോക്കുകയാണ് സമുദ്രത്തിനടിയിലൊരു വീട്. കടലിൻ്റെ മേളിലൂടെ ആകാശത്തിലൂടെ ഇങ്ങനെ പത്മാസത്തിൽ ഇങ്ങനെ ഒഴുകി സഞ്ചരിക്കവേ നോക്കുമ്പോൾ കാണാം സമുദ്രത്തിനടിയിൽ ഒരു വീട്. ഞാൻ താഴെ ഇറങ്ങി, സമുദ്രത്തിലിറങ്ങി അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. അതായത് ഈ വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പം എൻ്റെ കാൽമുട്ട് മാത്രമേ വെള്ളമുള്ളൂ ആ സമുദ്രത്തിന്. അവിടെ ആഴം വളരെ കുറവാണ്. ഓടുകൾ പാകിയ ശൂന്യമായ മുറികൾ. അതായത് സമുദ്രത്തിനുള്ളിലൊരു വീടുണ്ട്. അപ്പോൾ എനിക്ക് മുട്ടിന് മീതെ വെള്ളമില്ല. അപ്പം നോക്കണം ഓടുകൾ പാകി വൃത്തിയാക്കിയ വീടുകൾ. ഒരെണ്ണം ഓടുകൾ, ശൂന്യമായ വീടുകൾ എന്ന് പറഞ്ഞാൽ ആ വീടുകളിലൊന്നുമില്ല. ഇരുവാതിലുകളുണ്ട് വീടിന്. ഒരെണ്ണം കിഴക്കോട്ട് അഭിമുഖവും മറ്റൊന്ന് വടക്ക് ഭാഗത്തേക്കും. അതായത് ആ സമുദ്രത്തിലുള്ള വീടിന് കിഴക്കോട്ട് കൊണ്ട് വാതിൽ, വടക്ക് ഭാഗത്തേക്കും വാതിലുണ്ട്. രണ്ടും സമുദ്രത്തിലേക്കാണ് തുറക്കുന്നത്. കാര്യം സമുദ്രത്തിനുള്ളിലാണല്ലോ ആ വീടുള്ളത്. പുറത്തേക്കിറങ്ങി വടക്ക് ഭാഗത്തിൻ്റെ തുറക്കുന്ന കടലിലേക്ക് തന്നെ. പുറത്തേക്ക് ഇറങ്ങാൻ നേരം 15 വയസ്സിൽ താഴെയുള്ള കുറേ ആൺകുട്ടികൾ മദ്യക്കുപ്പികളുമായി അതിനുള്ളിലേക്ക് പോകുന്നു. ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ 15 വയസ്സെങ്കിലും പ്രായമുള്ള കുറേ പിന്നെ യുവാക്കളെന്ന് പറയാൻ പറ്റില്ല, ടീനേജ് പിള്ളേർ മദ്യക്കുപ്പികളുമായി ഞാൻ സമുദ്രത്തിൽ കയറി കണ്ട ആ വീട്ടിനുള്ളിലേക്ക് പോകുന്നത് കണ്ടു. കുറേ കഴിഞ്ഞ് അവരുടെ പിതാക്കൾ, അതായത് അവരുടെ അച്ഛന്മാർ എന്ന് തോന്നുന്ന കുറേ പുരുഷന്മാരും കൂടെ പോകുന്നതുകൊണ്ട്, ഈ വീട്ടിനുള്ളിലേക്ക് പോകുന്നതുകൊണ്ട്. പക്ഷേ പുരുഷന്മാരുടെ കൈവശം മൂർച്ചയേറിയ വാളുകളുണ്ടായിരുന്നു. അതായത് 10-15 വയസ്സോളം പ്രായമുള്ള കുറേ കുട്ടികൾ മദ്യക്കുപ്പികളുമായിട്ട് ഈ സമുദ്രത്തിലുള്ള വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പുറമേ കുറേ പുരുഷന്മാരും പോകുന്നു. പക്ഷേ അവരുടെ കയ്യിൽ എന്താണ്ടായിരുന്നു? വാളുണ്ടായിരുന്നു, മൂർച്ചയേറിയ വാൾ ഉണ്ടായിരുന്നു. എന്നെ ഇവർ കാണാത്തത് എന്തേ? എന്നെ അവർക്ക് കാണാൻ കഴിയുന്നില്ല. ഞാൻ അരൂപിയായിട്ടാണ് ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആർക്കും എന്നെ കാണാൻ കഴിയില്ല. അതോ ഇനി എന്നെ കണ്ടിട്ടവർ കാണാത്ത രീതിയിൽ പോവുകയാണോ എന്നും എനിക്കറിയാൻ വയ്യ. ഇതൊരു വലിയൊരു യാത്രാനുഭവമാണ്. യഥാർത്ഥത്തിൽ ഈ യാത്രാനുഭവം എന്ന് പറയുന്നത് ഒരു സ്വപ്ന ദർശനമാണ്. 1:53 ജൂലൈ 2014 23-ാം തീയതി സ്വപ്ന ദർശനം വൈഷ്ണവ ക്ഷേത്രത്തിൽ. അതായത് എനിക്ക് ഞാൻ ഇതുവരെയൊക്കെ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇന്തോനേഷ്യയിലോ ബാലിയിലോ എവിടെയുള്ളൊരു ക്ഷേത്രമായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വൈഷ്ണവ ക്ഷേത്രമാണ്. അപ്പോൾ ആ ഈ സ്വപ്നാവസ്ഥയിൽ പറയുന്ന രൂപഘടനയും അതിൻ്റെ ഒരു വ്യൂ ഒക്കെ വെച്ചിട്ട് ഇനി ഒന്ന് സെർച്ച് ചെയ്യണം. ഞാൻ ഇതൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയില്ല ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ടോ എവിടെയാണെന്ന്. ഞാൻ മാത്രമല്ല 2 ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് സമുദ്രത്തിന് സമീപമുള്ള ഒരു വലിയ തീരത്ത് ഒരു ക്ഷേത്രവും, പിന്നീട് സമുദ്രത്തിൽ അതായത് സമുദ്രം കയറി കിടക്കുന്ന ഒരു ക്ഷേത്രവും. പക്ഷേ അവിടെ ആഴം കുറവാണ് വളരെ. മാത്രമല്ല അവിടെ ആ ക്ഷേത്രം എന്ന് പറയാൻ പറ്റത്തില്ല, അതൊരു വീട്, ഒരു വടക്കോട്ടും കിഴക്കോട്ടും മുറികളുള്ള ഒരു കെട്ടിടം. പക്ഷേ അതിനകത്ത് അനാശാസ്യവും അധാർമികമായ പ്രവർത്തികൾക്കാണ് ആ വീട് ഉപയോഗിക്കുന്നത്. അപ്പം എത്രയും നേരം എൻ്റെ ഈ സ്വപ്നദർശനം സഹിച്ചിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. ശുഭദിനം.